അല്ല, ഹീൽ പെയിൻ എന്നൊരു അസുഖം കുറെ രോഗങ്ങളുടെ ഒരു സിംറ്റമായിട്ട് മാത്രമായിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുട്ടി നമ്മുടെ ഹീൽ പോർഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കാൽഭാഗത്തിന് പാദത്തിന്റെ അവിടുത്തെ എല്ലുകളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും അവിടുത്തെ പേശികൾ ഉണ്ടാവുന്ന നീർക്കെട്ട് കാരണങ്ങളും പല റീസൺസ് ഉണ്ട് ഹീൽ പെയിനിന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കുറെ അസുഖങ്ങളുടെ ഒരു സിംറ്റം മാത്രമാണ് ഹീൽ പെയിൻ. അത് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ് ചെയ്താൽ ഹീൽ പെയിൻ ഏത് രീതിയിലാണെങ്കിലും നമുക്കത് ഒരു വിധം വരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീൽ പെയിൻ ഞാൻ പറഞ്ഞ പോലെ പല അസുഖങ്ങളുടെ ഒരു രോഗലക്ഷണം മാത്രമാണ്. അപ്പം അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന അസുഖത്തിന്റെ സിംറ്റമായിട്ടാണ് ഹീൽ പെയിൻ വരുന്നത്. പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയുന്നത് കാലിന് ഒരു പാട പോലത്തെ ഒരു ഫേഷ്യ പോലെ ഒരു സാധനം, ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ പ്ലാന്റാർ ഫേഷ്യക്ക് വരുന്ന ഒരു നീർക്കെട്ട് കാരണമാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് വരുന്നത്. അത് കാരണം രാവിലെ എണ്ണിക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ നേരം നിന്ന ശേഷം ഹീലിന് വേദനകൾ വരികയാണ് അതിന് കോമൺ ആയിട്ട് വരുന്ന സിംറ്റം. അപ്പം അത് കൂടാതെ തന്നെ കാൽമുട്ടിന്റെ ഹീലിന്റെ അവിടുത്തെ എല്ലായ കാൽക്കേനിയം എന്ന് പറയുന്ന ഫീല് അബ്നോർമൽ ആയിട്ട് ഗ്രോത്തുകൾ ഉണ്ടാകും. അതിന് സ്പെർ എന്ന് പറയും. ആ സ്പെറുകൾ ചുറ്റുമുള്ള പേശികളിൽ ഒരിച്ചുണ്ടാകുന്ന വേദനകളും വരാം. അതിന് കാൽക്കേനിയം സ്പെർ എന്ന് നമ്മൾ പറയും. അതിന്റെ അസുഖത്തിന്റെ സിംറ്റമായിട്ട് ഹീൽ പെയിനുകൾ വരാം. പിന്നെ കാൽപാദത്തിൽ കൂടെ പോകുന്ന പലതരം നരമ്പുകളുണ്ട്. അതിന് കംപ്രഷൻ വന്നാൽ പോലും നമുക്ക് ഹീൽ പെയിൻ ആയിട്ട് പേഷ്യൻസ് പ്രസന്റ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ കാൽപാദത്തിന്റെ കൊഴുപ്പുകൾ കുറയുമ്പോൾ അത് നമ്മുടെ കാൽപാദത്തിന് അടിയിലുള്ള എല്ലുകളെ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യും. അത് കാരണം നമ്മൾ നടക്കുമ്പോൾ എല്ലുകൾ ഒരേ കാരണം അതും ഹീൽ പെയിൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഹീൽ പെയിൻ കുറെ അസുഖങ്ങളുടെ ഒരു സിംറ്റം മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഏത് അസുഖമാണെന്ന് നമുക്കത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് എടുക്കേണ്ടി വരും. ഹീൽ പെയിൻ യൂഷ്വലി രോഗികൾ വരുമ്പോൾ അത് ആദ്യം വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളാണ്. ഇല്ല എങ്കിൽ വേറെ തരം ഒരു ലിമിറ്റ്, ആ വേദന ഒരു ലിമിറ്റ് കഴിയുമ്പോൾ രോഗിക്ക് ഒരു രീതിയിലുള്ള ജോലികളോ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് രോഗികൾ യൂഷ്വലി ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ ഹീൽ പെയിൻ നേരത്തെ ഇല്ലാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഹീൽ പെയിൻ വന്നാൽ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് നേരത്തെ തന്നെ മരുന്നുകൾ നൽകി അത് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ അസുഖത്തിന് പ്രോഗ്രഷൻ തടയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു എപ്പിസോഡ് ഹീൽ പെയിൻ വരുമ്പോൾ തന്നെ അത് ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഹീൽ പെയിൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഞാൻ നേരത്തെ തന്നെ വേദനകൾ വരുമ്പോൾ അപ്പം തന്നെ ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ അസുഖം മുന്നോട്ട് പോകുന്നത് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ കുറെ നേരം നിൽക്കുന്ന ഒരു ജോലിയാണെങ്കിലോ അല്ലെങ്കിൽ കുറെ നേരം ഇരിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ ആ പേഷ്യൻസിന് കൂടുതൽ ആയിട്ട് ഈ ഹീൽ പെയിൻ വരാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ നമ്മുടെ ആ ജോലിയുടെ ഇടയിലോ അല്ലെങ്കിൽ കുറെ നേരം ഇരിക്കുന്നതിനിടയിലോ നമ്മുടെ കാലുകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന നീർക്കെട്ട് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അത് കാരണമാണ് ഈ ഹീൽ പെയിൻ വരുന്നത്. അപ്പം ഈ സ്ട്രെച്ചിങ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ സ്ട്രെച്ചിങ് ചെയ്താൽ പോലും ഹീൽ പെയിൻ നമുക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ അക്യുലസ് ടെൻഡൻ എന്ന് പറയുന്ന ഒരു പേശിയുണ്ട്. ആ പേശി നമ്മുടെ പാദത്തിലെ എല്ലുകളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നതാണ്. ആ പേശിക്ക് നല്ലതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹീൽ പെയിൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ഫിസിയോതെറാപ്പിയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഹീൽ പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസ്. അത് ഹീൽ പെയിൻ വരുന്നതിന് മുമ്പ് തന്നെ ഹീൽ പെയിൻ വരാൻ സാധ്യതയുള്ള പേഷ്യൻസുകൾ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഹീൽ പെയിൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ അക്യുലസ് ടെൻഡന്റെ സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് നമ്മൾ യൂഷ്വലി പറഞ്ഞു കൊടുക്കാറുള്ളത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അത് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക്
ഒരു രീതിയിലും വേദനയോ അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് ഉണ്ടാക്കാത്തൊരു എക്സസൈസ് ആണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് സ്ട്രെച്ചിങ് എക്സസൈസസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഹീൽ പെയിൻ ഒരുവിധം വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഹീൽ പെയിന്റെ ഭാഗമായിട്ട് വേറെ നമുക്ക് ട്രീറ്റ്മെന്റുകൾ ഉള്ള വേദന സംഹാരി അല്ലാതെ തന്നെ നമുക്ക് അവിടെ ഇൻട്രാ ലീഷണൽ ഇഞ്ചക്ഷൻസുകൾ കൊടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റിറോയിഡ്സ് കൊടുക്കാം, PRPs കൊടുക്കാം. അങ്ങനത്തെ കുറെ പുതിയ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹീൽ പെയിൻ വേദന സംഹാരി കൊണ്ട് മാറാത്ത പേഷ്യൻസുകൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻസും അഡ്വേഴ്സ് എഫക്ട്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും.